എല്ലാ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ചാനലുകളാണ്. വെറുതെ മനുഷ്യനെ രസിപ്പിച്ച് കടന്നു പോകുന്നു. പക്ഷേ ഈ ചാനൽ രസിപ്പിച്ച് കടന്നുപോയാൽ പോരാ, മനുഷ്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ആന്തരികതയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്നു. വാഗീശസ്പന്ദന ശ്രുതിതാളം ആനന്ദദായക ദൃശ്യമേളം ഭാവരാഗതാളമയം ജീവിതം സർവേശ സമന്വിതമാകണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. ശാലോം ടി വിയുടെ തീം സോങ്ങിനെ കുറിച്ച് പലരും എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ ഭാഗം ഒരു വിരുദ്ധമായി പാടുന്ന ആ വരികളെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഈ അവസരം ഞാനതിന് ഉപയോഗിക്കുകയാണ്. വാഗീശ സ്പന്ദന ശ്രുതി നാളം ഭാവരാഗതാളമയം ജീവിതം സർവേശ സമന്വിതമാകണം. ഇവിടെ ആദ്യം പറയുന്നത് വാഗീശ സ്പന്ദനം എന്നാണ്. വാഗീശൻ എന്ന് പറഞ്ഞാൽ വാക്കാകുന്ന ഈശ്വരൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതാണ് വാഗീശ സ്പന്ദനം. ആ വാഗീശൻ്റെ സ്പന്ദനം, വാക്കാകുന്ന ഈശ്വരൻ്റെ ചലനം. ദൈവം എല്ലാം സൃഷ്ടിച്ചത് വചനം വഴിയാണ്. വചനത്തിൻ്റെ ഒരു ചലനം, ആ ചലനത്തിൽ നിന്ന് ശ്രുതിയും നാളവും ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ഓഡിയോ വിഷ്വൽ, ശ്രുതി ഓഡിയോ, നാളം വിഷ്വൽ. അപ്പോൾ എല്ലാം കാണാവുന്നതും കേൾക്കാവുന്നതുമായ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് വാഗീശൻ്റെ സ്പന്ദനത്തിൽ നിന്നാണ്. അത് ടി വി ആയിട്ട് നമുക്ക് അതിനെ സങ്കല്പിക്കാം. കാരണം ഓഡിയോയും വിഷ്വലും ഒന്നിച്ച് വരുന്ന ഒരു സങ്കേതമാണത്. അത് ആനന്ദദായകമായ ദൃശ്യങ്ങൾ അവിടെ മേളിക്കുന്നു. അങ്ങനെ ആ ആനന്ദദായകമായ ദൃശ്യങ്ങളുടെ മേളനം അവിടെ നടക്കുമ്പോൾ, യോജിപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ, അത് മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്നു. അതാണ് ഭാവരാഗ താളമയമായ ജീവിതം സർവേശ സമന്വിതമാകണം എന്ന് പറയുന്നത്. സർവേശ്വരനോട് സമന്വിതമാകണം, ഐക്യപ്പെടണം. അപ്പോൾ ദൈവ ഐക്യത്തിൽ മനുഷ്യൻ ആനന്ദിക്കണം. അതാണ് ആ വരികളുടെ അർത്ഥം. പിന്നീട് അങ്ങോട്ടുള്ളത് ശാലോം, സമാധാനം തുടങ്ങിയ വചനങ്ങൾ, വാക്കുകൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ ഒരു വരികൾ അതൊരു ധ്യാനത്തിൽ പെട്ടെന്ന് രൂപപ്പെട്ട് മനസ്സിൽ വന്നു എഴുതിയിട്ടു. അത്രയേ ഉള്ളൂ. തമ്പുരാന് മഹത്വം ഉണ്ടാകട്ടെ. ഹരിത കേരളം മഹിത ഭാരതം ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം വിതച്ചിറക്കണം, നനച്ചെടുക്കണം, അതിരണിഞ്ഞു പാകമാകണം, കൊയ്തു 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 വിളവെടുക്കണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. അനേകം ചാനലുകൾക്കിടയിൽ ശാലോം ചാനൽ പ്രവർത്തന നിരതമായപ്പോൾ ഈ ചാനലിനെ കുറിച്ചൊരു സങ്കല്പം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ആ സങ്കല്പം. ആ സങ്കല്പമാണ് വാസ്തവത്തിലിവിടെ അടിവരയിടുന്നത്. അതായത് ഭാവരാഗ താളമയമായ ജീവിതത്തിൽ ദൈവൈക്യം ഉണ്ടാകാൻ കാരണമാകുന്ന ദൃശ്യങ്ങൾ മേളിക്കണം. എല്ലാ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ചാനലുകളാണ്. വെറുതെ മനുഷ്യനെ രസിപ്പിച്ച് കടന്നു പോകുന്നു. പക്ഷേ ഈ ചാനൽ രസിപ്പിച്ച് കടന്നുപോയാൽ പോരാ, മനുഷ്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ആന്തരികതയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനിൽ ദൈവം രൂപപ്പെടണം, ദൈവവുമായിട്ട് ഐക്യപ്പെടണം. അതിനുപകരിക്കുന്ന പ്രോഗ്രാമുകളാണ് ശാലോമിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ സഫലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷവും കൂടി ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്കുണ്ട്. കാരണം അനേകം പ്രോഗ്രാം കാണുന്നവർക്ക് അത് ആധ്യാത്മികമായ ഉണർവുണ്ടാകുവാൻ, ഈശോയുമായിട്ടുള്ളൊരു സ്നേഹ ബന്ധമുണ്ടാകുവാൻ, ആത്മീയതയിൽ സൃഷ്ടിപരമായ ഒരു മാറ്റമുണ്ടാകുവാൻ ഇത് കാരണമാകുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പുരപ്പുറങ്ങളിൽ പ്രഘോഷിക്കുവിൻ നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യദൂതുകൾ. ഇരുളകറ്റണം, മിഴിതുടയ്ക്കണം, ദൈവനീതി നടനമാടണം. പെയ്തു 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 കൃപയിറങ്ങണം. മാടപ്പിറാവായി പറക്കണം.
മാടപ്പിറാവായി പറക്കണം മാടപ്പിറാവായി